വിമാനത്തിൽ കയറുമ്പോൾ ഇഹ്റാം ചൊല്ലിയതിനു ശേഷം ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് പറഞ്ഞ ദിക്ർ ചൊല്ലാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ജിദ്ദയിലെത്തി. ജിദ്ദയിൽ നമ്മൾ വീട്ടിലെ റൂമിലേക്ക് യാത്ര തിരിച്ചു. അവിടെ ഫ്രഷായി പിന്നെ കഅബാലയത്തിന്റെ മക്കയിലേക്ക് യാത്ര തിരിക്കുകയാണ്. ഹറമിന്റെ ചാരത്ത് മക്കയുടെ നാട്ടിലേക്ക് എത്തുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ പറഞ്ഞു. അതെല്ലാം ചൊല്ലി വുളൂഅോട് കൂടെ മസ്ജിദുൽ ഹറാമിലേക്ക് നമ്മൾ കയറുമ്പോൾ ചൊല്ലേണ്ട നിബന്ധനകളും നിയത്തുകളും കസ്തുകളും പറഞ്ഞു. പള്ളിയിലേക്ക് ബിസ്മില്ലാഹി അല്ലാഹുമ്മ അഫ്തഹ് ലി അബ്വാബ റഹ്മതിക എന്ന് പറഞ്ഞ് മസ്ജിദുൽ ഹറാമിന്റെ പള്ളിയിലേക്ക് നമ്മൾ കയറുകയാണ്. ആ കയറുമ്പോൾ പക്ഷേ അങ്ങകലെ നിന്ന് ദൂരത്ത് നിന്ന് കറുത്ത കോട്ടിനാൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള മണ്ണിനാൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ആ കഅബാലയത്തെ നമ്മൾ കാണുകയാണ്. ആ കാണുന്ന സമയത്ത് ഹൃദയം പൊട്ടുകയാണ്, തേങ്ങി കരയുകയാണ്. ആ സമയത്ത് ദിക്ർ ചൊല്ലുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അറബിയിലും മലയാളത്തിലുമെല്ലാം ദുആ ചെയ്ത് സുന്ദരമായ കഅബാലയത്തെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. പിന്നെ അമീറിന്റെ നിർദ്ദേശം വരികയാണ്, എല്ലാവരും മത്താഫിലേക്ക് ഇറങ്ങൂ എന്ന് പറയുകയാണ്. ആ സമയത്ത് മത്താഫിലേക്ക് ഇറങ്ങാൻ ആ ഇറങ്ങുന്ന സമയത്ത് തവാഫ് ആരംഭിക്കാൻ പോവുകയാണ്. തവാഫ് നിർണയിക്കപ്പെട്ടിട്ടുള്ള വരന്റെ നേരെ അമീർ പറഞ്ഞ ഭാഗത്തിന് നിൽക്കുന്നു. ആരും ഒന്നും തെറ്റാതെ പതറാതെ ചിതറാതെ നേരെ ലെവൽ ക്രോസ്, ആ ക്രോസിൽ തന്നെ നിന്നിട്ട് തവാഫ് ചെയ്യാൻ ആരംഭിക്കുകയാണ്. ഹജറുൽ അസ്വദിലേക്ക് കൈ ചൂണ്ടുകയാണ്, ഇശാറത്ത് ചെയ്യുകയാണ്. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്നുള്ള ദിക്ർ ചൊല്ലിയിട്ട് ഹജറുൽ അസ്വദിലേക്ക് കൈ ചൂണ്ടിയിട്ട് തന്റെ മുഖം കൊണ്ട് തന്റെ ചുണ്ട് കൊണ്ട് അത് ചുംബിക്കുന്നു. എന്നിട്ട് ഇങ്ങനെ ദിക്റും സലാത്തും പറഞ്ഞ ദിക്റും ചൊല്ലി ഒന്നാം തവാഫ്, രണ്ടാം തവാഫ്, മൂന്നാം തവാഫ്, 4, 5, 6, 7 എല്ലാം അതിന്റെ നിബന്ധനയോട് കൂടെ പേക്കാതെ അമീറിന്റെ നിർദ്ദേശപ്രകാരം ഭക്തി നിർബലമായ അല്ലാഹു ലയിച്ച ആ ഹൃദയമായി പൊട്ടിക്കരയേണ്ടടുത്ത് കരഞ്ഞും തേങ്ങേണ്ടടുത്ത് തേങ്ങയും പ്രാർത്ഥിക്കേണ്ടടുത്ത് പ്രാർത്ഥിച്ചും മന്ദം ഇങ്ങനെ കടന്ന് ഏയും പൂർത്തിയായി. അവസാനം അമീർ പറയാൻ ഇനി എല്ലാവരും തവാഫിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കൂ എന്ന് പറയുമ്പോൾ എല്ലാവരും മഖാം ഇബ്രാഹിമിന്റെ പിറകോട്ടിലേക്ക് പോകുന്നു. അവിടുന്ന് 2 റക്അത്ത് നിസ്കരിക്കുന്നു. കഅബാലയത്തെ നോക്കിയിട്ട് റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു, പൊട്ടുന്നു, കരയുന്നു, തേങ്ങുന്നു, എല്ലാം ചോദിക്കുന്നു. അത് കഴിഞ്ഞിട്ട് സംസം വെള്ളം വേണ്ടവോളം കുടിച്ച് വയറ് നിറയുന്നു. എന്നിട്ട് മന്ദം ഹാജറ ബീവി റളിയല്ലാഹു അൻഹ ഓടിയ സ്ഥലത്തിലേക്ക് എല്ലാവരും ഓടാനും പായാനും നടക്കാനും വേണ്ടി മന്ദം കടന്നു പോവുകയാണ്. സഫ മർവയിലേക്ക് എത്തുന്നു, സഫയിൽ നിന്ന് മർവയിലേക്ക് പോകുന്നു. എന്റെ ഇസ്മായിൽ എന്ന പൊന്നുമോൻക്ക് എവിടെയാണ് വെള്ളം എന്ന് പറഞ്ഞ് സഫയിൽ നിന്ന് മർവയിലേക്ക് ഒരു ഉമ്മ ഓടുകയാണ്. ആ ഉമ്മ അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടുകയാണ്. അങ്ങനെ കുട്ടിക്ക് വേണ്ടി വെള്ളത്തിന് വേണ്ടി ഓടി അവസാനം വെള്ളം കിട്ടില്ല, ആരെയും കാണുന്നില്ല. ആ ഏഴ് പൂർത്തിയാക്കിയ നിരാശയുള്ള ഹാജറ ബീവിയെ മനസ്സിൽ കൊണ്ട് നടന്ന് നമ്മൾ അത് അസഹ്യം ചെയ്യുന്നു. ആ സമയത്താണ് അവിടെ ജിബ്രീൽ മുഖറബുൽ അംലാക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നിട്ട് ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കിടത്തിയ സ്ഥലത്ത് തന്റെ ചിറക് കൊണ്ട് കുത്തിയ കിണറാണ് സംസം എന്ന് പറയുന്നത്. അത് വെള്ളം കണ്ടപ്പോ ആ അഭിലാഷത്തോടു കൂടെ റാഹത്തോടു കൂടെ ആ സഫയിൽ നിന്ന് ഓടി വന്നിട്ട് സംസം നീ നിൽക്കുവള്ള എന്ന് പറഞ്ഞ് തന്റെ കൈ കൊണ്ട് തടഞ്ഞു നിർത്തിയ വചനമാണ് സംസം. ആ വെള്ളം അതുണ്ടാവാൻ കാരണം അത് ഓടിയ ഓട്ടം നമ്മൾ നിർവഹിക്കുന്നു. അവസാനം എല്ലാ ദിക്റും സലാത്തും തേങ്ങി കരഞ്ഞി എല്ലാ മുഖദ്ദസിനെയും അമ്പിയാക്കളെയും മഹാന്മാരെയും ഒക്കെ ഓടിയ സ്ഥലത്ത് റബ്ബേ എന്നെ നീ എത്തിച്ചല്ലോ എന്ന ഹൃദയത്തോടുള്ള തുടിപ്പോട് കൂടെ റബ്ബിൽ ലയിച്ചുകൊണ്ട് ഇതൊക്കെ നിർവഹിച്ച് അവസാനം സമാപ്തി കുറിക്കാൻ വേണ്ടി നമ്മൾ മുടി കളയാൻ വേണ്ടി മറുപടിയിൽ നിൽക്കുകയാണ്. ഒരു പക്ഷെ അവിടുന്ന് നിർവഹിച്ചു, എല്ലാം അമീർ പറഞ്ഞതുപോലെ എന്ന സ്ഥലത്ത് പോയി നിർവഹിച്ചു. എല്ലാം കഴിഞ്ഞ് അവിടുന്ന് എല്ലാം തീർത്ത് അമീർ പറഞ്ഞ സമയം 6 ദിവസം മക്കത്ത് നിങ്ങൾക്കുണ്ട്, ഞാൻ നിങ്ങൾക്ക് ആദ്യത്തെ ഉംറ ചെയ്തു തന്നു, ഇനി 2ാമത് ദിവസം ഇതുപോലെ ഒരു ഉംറയുണ്ട്. അങ്ങനെ നിശ്ചയിക്കപ്പെട്ട ഉംറന്റെ കണക്കും പറഞ്ഞ് പിന്നെ നിങ്ങൾക്കൊക്കെ തോന്നും പോലെ ചെയ്യാം എന്നുള്ളൊരു സമ്മതവും തന്ന് അങ്ങനെ ആയിഷത്തു സിദ്ദീഖ എന്ന് പറയുന്ന പള്ളിയിലേക്ക് പോയി നമുക്കൊഴിവുള്ള സമയത്ത് ഇതുപോലെ വീണ്ടും ഉംറകൾ ചെയ്തു. നമ്മൾ മക്കയെ വിട്ടുപിരിയുന്ന വിദാഇന്റെ തവാഫും ചെയ്ത് കണ്ണീർ കടലായി തേങ്ങിക്കരഞ്ഞ് പൊട്ടിക്കരഞ്ഞ് റബ്ബേ ഇങ്ങനത്തെ സമയം ഇങ്ങനത്തെ സന്ദർഭം എനിക്ക് നീ നൽകിയല്ലോ
കിട്ടിയല്ലോ എന്ന് റബ്ബിനെ ശുക്റും ചെയ്ത് തേങ്ങി കരഞ്ഞി മക്കയിൽ നിന്ന് വിദാഇന്റെ തവാഫും കഴിഞ്ഞ് നമ്മുടെ ഹൃദയത്തിന്റെ തുടിപ്പ്, നമ്മുടെ രാജകുമാരൻ നാളെ അർശിന്റെ തണൽ, നാളെ മഹ്ശറയിൽ നമ്മളെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോവേണ്ടവർ, സിറാത്ത് പാലത്തിന് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ, മരണാസന്ന ശയ്യയിൽ പോലും എന്റെ ഉമ്മത്തിന്റെ മരണം ലഘൂകരിക്കണേ എന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച വേദന കൊണ്ട് പുടഞ്ഞപ്പോ ജിബ്രീൽ അസ്രാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്റെ പിടുത്തം കൊണ്ട് നിങ്ങൾക്ക് വേദനിച്ചു പോയോ എന്ന് പറഞ്ഞിട്ട്, ഇല്ല അസ്രാഈൽ, എനിക്ക് വേദനയുണ്ട്, പക്ഷേ എന്റെ ഉമ്മത്തിന്റെ മരണവേദന ഇങ്ങനെയാണോ എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് അവിടുന്ന് ദുആ ചെയ്യുകയാണ്, റബ്ബേ എന്റെ ഉമ്മത്തിന്റെ മരണവേദന നീ ലഘൂകരിക്കണേ എന്ന് നമുക്ക് വേണ്ടി മരണക്കിടക്കയിൽ പോലും നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ദുആ ചെയ്ത, ഉമ്മക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ദുആ ചെയ്ത, ഉമ്മയെയും ഉപ്പയെയും സ്നേഹിക്കാൻ പഠിച്ച, എല്ലാ നാട്ടുകാരെയും സ്നേഹികളെയും ഒക്കെ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ച മുത്ത് മുഹമ്മദിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി 5 വക്ത നിസ്കാരത്തിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്ന് പറഞ്ഞ് സലാം പറയുന്ന മുത്ത് മാണിക്യത്തിന്റെ ചാരത്തിലേക്ക് നമ്മൾ യാത്ര കുറിക്കുകയാണ്. അവിടെ എത്തുമ്പോൾ അവിടുന്ന് പൊട്ടിക്കരയുക. ഈ 15 ദിവസം കരഞ്ഞ് റബ്ബിനോടങ്ങ് ദുആക്കുന്ന ദ്വാധന്യമായ മുഹൂർത്തം, ദിനരാത്രങ്ങൾ നമ്മൾ അങ്ങനെ കഴിഞ്ഞുകൂടാൻ സാധിച്ചാൽ അല്ലാഹു നൽകുന്ന വലിയ സൗഭാഗ്യം തൗഫീഖുമാണ്. നിങ്ങളെ ദുആയിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമെന്ന ദുആ വസിയത്തോടെ കുടുംബസമേതം അല്ലെങ്കിൽ എല്ലാ സമയത്തും അല്ലാതെ കൂട്ടി യാത്ര പോവാനും ഇതുപോലെ ചെയ്യാനും നിങ്ങളെപ്പോലെ അള്ളാഹുവിന്റെ അതിഥികളായി ചെന്ന് കൂടാൻ വേണ്ടി നിങ്ങളെ പ്രാർത്ഥനയിൽ നിങ്ങൾ എല്ലാവരും ഉൾപ്പെടുത്തണമെന്ന ദുആ വസിയത്തോടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പറഞ്ഞതിലോ കേട്ടതിലോ എന്തെങ്കിലും ഒരു പ്രശ്നം, പ്രയാസം, ബുദ്ധിമുട്ടോ സമയത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുകയും ദുആയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.